ഒരുക്കിയത് പോലീസോ എന്ന എൻകൗണ്ടർ ചർച്ച തുടരുകയാണ്. പ്രൊഫസർ എം എൻ കാരശ്ശേരി, രണ്ടമ്മമാർ പറയുന്നത് അങ്ങ് കേട്ടല്ലോ, അങ്ങേക്ക് എന്താണ് തോന്നിയത്? വേണു, ഞാൻ ധരിച്ചിരുന്നത് ഇതൊരു ഡൗറിയുടെ സ്ത്രീധനത്തിൻ്റെ പ്രശ്നമാണെന്നാണ്. അപ്പോൾ ഈ സംഭാഷണം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഒരു ഭാഗികമായ തരത്തിലെങ്കിലും ഒരു മനോരോഗി ആയിരിക്കാം. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് ആനന്ദം കിട്ടുന്നൊരു മനോരോഗം ഉണ്ടല്ലോ, അതിനിപ്പോൾ നമ്മൾ പരപീഡാരതി എന്ന് പറയും, സാഡിസം എന്നാണ് സൈക്കോളജി അതിന് പറയാം. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ അനവധി ആളുകളത് കാണുന്നുണ്ട്. ഇപ്പം ഭാര്യമാരെ ഉപദ്രവിക്കുക എന്നുള്ളത് വാർത്ത വരുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത്, അല്ലാതെ അതൊരു സാധാരണ കാര്യമാണ്. അതിനിപ്പോൾ പ്രദേശഭേദമോ ജാതിഭേദമോ മതഭേദമോ ഒന്നുമില്ല. കാരണം അത് പുറത്ത് പറയുന്നത് ഒരു മാനക്കേടാണ്. ഇപ്പോൾ വിസ്മയ കേസിൽ നമ്മളത് കണ്ടതാണ്. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനിടയായത് അത് സാരമില്ല എന്നുള്ള ഒരു നിലപാട് എടുത്തുകൊണ്ടാണ്, സ്വന്തം വീട്ടുകാർ. ഇപ്പോൾ ഈ പന്തീരങ്കാവിലെ പെൺകുട്ടിയുടെ അമ്മ, എനിക്ക് അവരെപ്പറ്റി വളരെ അനുമോദനം തോന്നുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ ഒരിഞ്ച് വിടാതെ നീതിക്ക് വേണ്ടി പൊരുതുന്ന മാതൃകാപരമായ ഒരു ശബ്ദമായിട്ടാണ് എനിക്കത് തോന്നിയത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ കളവ് പറയുന്നുണ്ടെന്ന് വിചാരിക്കാൻ ഒരു ന്യായമില്ല. അവർക്ക് കളവ് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അവർ വേറെ ഒരു കാര്യം പറയല്ല, അവർ കണ്ട അനുഭവിച്ച അറിഞ്ഞ അവരുടെ വേദന അവർ പറയുന്നത്. പിന്നെ ഇപ്പോൾ അത് ആരുടെ പ്രേരണ കൊണ്ടാണ് തുടങ്ങിയുള്ളതിലൊക്കെ ഒരു സംശയം വരാനുള്ളൂ. കാരണം ഇപ്പോൾ ഒരാൾ പ്രേരിപ്പിച്ചാൽ തന്നെ ഭർത്താവ് ഭാര്യയെ ഉപദ്രവിക്കുമോ, അദ്ദേഹത്തിന് എന്താണ് പ്രശ്നം? പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ, ഈ ഭർത്താവിൻ്റെ ഒരു സ്വത്താണ് ഭാര്യ എന്നുള്ളൊരു അടിസ്ഥാന സങ്കല്പം പൊതുവെ ഇന്ത്യയിലുണ്ട്. അതിപ്പോൾ ഒരു 80 കൊല്ലം മുമ്പാണ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്നുള്ള നോവൽ വരുന്നത്. അതിൽ നായിക സുഹറയെ കാമുകനല്ല കല്യാണം കഴിക്കുന്നത്, അവർക്ക് സ്ത്രീധനം കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് ഒരു അറബുകാരൻ രണ്ടാം ഭാര്യയായിട്ട് എടുക്കുകയാണ് സുഹറയെ. അപ്പോൾ അയാൾ ഉപദ്രവിക്കുന്നു. അയാൾ ഒരിക്കൽ തൊഴിച്ചപ്പോൾ അവളുടെ പല്ല് പോയി. അപ്പോൾ അവളുടെ കുടുംബക്കാരും നാട്ടുകാരും അയൽക്കാരൊക്കെ എന്താ പറയുന്നത്, അതിപ്പോൾ അവളുടെ കെട്ടിയവനല്ലേ, അയാളിപ്പോൾ ഒന്ന് തൊഴിച്ചപ്പോൾ 2 പല്ല് പോയാൽ എന്താ എന്ന്. അപ്പോൾ ഇതൊരു പ്രോപ്പർട്ടിയാണ്, ഒരു സ്വത്താണ്, ഒരു സ്വകാര്യ സ്വത്താണ്. ഈ ഭർത്താവിൻ്റെ നേരെ പറഞ്ഞാൽ നമ്മൾ പഴയൊരു വാക്ക് ഉപയോഗിച്ചാൽ അടിമയാണ് എന്നുള്ള. അപ്പോൾ നമുക്ക് എന്തും ചെയ്യാം, എന്തും പറയാം. അതായത് അവർക്ക് അഭിപ്രായമുണ്ട് എന്നോ അവർക്ക് ശാരീരികവും മാനസികമായ വേദന ഉണ്ടെന്നോ ഒന്നും ഒരു കണക്കാക്കിയിട്ടില്ല. ആലോചിച്ച്, ഇന്ത്യ രാജ്യത്തല്ലേ ഭർത്താവ് മരിച്ച ചെതയിൽ ഭാര്യ ചാടി മരിക്കണം എന്നുള്ളൊരു ചിട്ട, സതി, ഉടന്തടിച്ചാട്ടം എന്ന് പറയുന്നത്. അതെന്തായാലും അർത്ഥം ഭാര്യയ്ക്ക് സ്വന്തമായി ശരീരം പോലും ആവശ്യമില്ല എന്നാണ്. അപ്പോൾ ഇവിടെ പല നാടുകളിലും ഇങ്ങനെ, അതായത് വൈഫ് ബീറ്റിംഗ് എന്നുള്ളൊരു പ്രയോഗം തന്നെയുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പോലീസിൻ്റെ നിലപാട് ഇതിനാ പറയുന്നത്. ഇതിലിപ്പോൾ രാഷ്ട്രീയം വരികയാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഗുണ്ടാ വിളയാട്ടത്തിൻ്റെ വലിയ വാർത്തകളുടെ ഇടയിലാണ് നമ്മളിത് കേൾക്കുന്നത്. അപ്പോൾ വീടിനകത്ത് ഭർത്താവ് തന്നെ ഗുണ്ടയായിട്ട് മാറുക, ആ മനുഷ്യന് പോലീസിൻ്റെ സൗഹാർദ്ദവും സംരക്ഷണവും കിട്ടുക എന്നൊക്കെ പറയുന്നത് എത്ര സ്ത്രീവിരുദ്ധമാണ് നമ്മുടെ സമൂഹം എന്ന് കാണിക്കുകയാണ്. ഇപ്പോൾ സ്ത്രീധനത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇന്ത്യയിൽ ഞാനൊരു കണക്ക് വായിച്ചത് 1 മണിക്കൂറിൽ ഒരു സ്ത്രീ ആ വകയിൽ കൊല്ലപ്പെടുന്നുണ്ട് എന്നാണ്. ഇന്ത്യയിൽ 1 മണിക്കൂറിൽ ഒരു സ്ത്രീ. അപ്പോൾ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 20 സ്ത്രീകൾ അങ്ങനെ കൊല്ലപ്പെടുന്നുണ്ട്. ഒരു കൊല്ലത്തിൽ 7000 സ്ത്രീകൾ സ്ത്രീധനത്തിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്ന രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരു കണക്ക്, ഭാഗ്യവശാൽ കേരളം അതിൽ വളരെ പുറകിലാണ് കേട്ടോ. ഒരു കണക്ക് ഞാൻ വായിച്ചത്, ഉത്തർപ്രദേശിൽ 2022 എന്നുള്ള ഒറ്റ കൊല്ലത്തിൽ മാത്രം 2228 സ്ത്രീകൾ കൊല്ലപ്പെട്ടു. സ്ത്രീധന വധാണ് എൻ്റെ കണക്ക്. ഒന്നുകിൽ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു, അല്ലെങ്കിൽ അടിച്ചു കൊന്നു, അല്ലെങ്കിൽ തീയിട്ടു, അങ്ങനെ. അതിപ്പോൾ അതിൻ്റെ 2ാം സ്ഥാനത്ത് ബീഹാറാണ്. കേരളത്തിൽ ഒരു കൊല്ലത്തിൽ ആ വകയിൽ മരിക്കുന്നത് 52 പേരാണ്. 5 കൊല്ലം കൊണ്ട് 260 പേര് കേരളത്തിൽ അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ട്.
ഇപ്പോൾ സിക്കിമിലോ മിസോറാമിലോ നാഗാലാൻഡിലോ ഒന്നും ഇങ്ങനെ സംഗതി തന്നെ ഇല്ല. ആലോചിച്ച് നോക്കൂ, അവരൊക്കെ നമ്മൾ വളരെ മുന്നിലുള്ള ആളുകളാണ്. ഞാൻ ഒരിക്കലോട് പറയാണ്, കേരളം 52 പേര് കൊല്ലപ്പെടുന്നുള്ളതിൻ്റെ ചെറിയ കാര്യമല്ല. അപ്പോൾ ഇതിലിപ്പോൾ സ്ത്രീധനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടോ ഇല്ലേ എന്ന് ഇവർ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, വാർത്ത വായിച്ചിട്ട് മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് ഈ രാഹുൽ എന്ന് പറയുന്ന ഭർത്താവ് ഈ അളവിൽ ഒരു പ്രകോപനവും ഇല്ലാത്ത, കാരണം അവർ പിണങ്ങാനും കൂടി നേരം ഉണ്ടായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും പെൺകുട്ടികൾ അതിനെതിരായിട്ട് എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ കാര്യം. തീർച്ചയായിട്ടും പോലീസിന് ഉത്തരവാദിത്തമുണ്ട്, ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്, രാഷ്ട്രീയക്കാർക്ക് ഉത്തരവാദിത്തമുണ്ട്. ആലോചിച്ച് നോക്കൂ, ഇവിടെ ഈ സാക്ഷരതയും സമ്പന്നതയും സമൃദ്ധിയും ഒക്കെ ഉണ്ടായിട്ട്, രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ടായിട്ട്, നമുക്ക് സ്ത്രീധനത്തിൻ്റെ പേരിലോ മറ്റെന്തിൻ്റെങ്കിലും പേരിലോ ഭാര്യമാർ ഉപദ്രവിക്കാൻ പാടില്ല. അപ്പോൾ ആ ഉത്തര വധക്കേസൊക്കെ എന്ത് വിചിത്രമെന്ന് ആലോചിച്ച് നോക്കൂ. പഠിച്ച ഒരു കുട്ടിയല്ലേ ഷഹാന കഴിഞ്ഞ ഡിസംബർ ആദ്യ വാരത്തിൽ ആത്മഹത്യ ചെയ്തത്. അതായത് അവളുടെ കാമുകൻ, അയാൾ ഡോക്ടറാണ്, ഈ പെൺകുട്ടിയും ഡോക്ടറാണ്. അയാൾ കല്യാണമൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് വലിയ തുക, വലിയ കാറ് സ്ത്രീധനം കിട്ടണം. അത് നടക്കില്ല എന്നായപ്പോൾ അവൾ ആത്മഹത്യ ചെയ്തു. ഡോക്ടറാണ്. അപ്പോൾ ഇങ്ങനെയല്ല ഇതിനോട് പ്രതികരിക്കേണ്ടത്. അപ്പോൾ ഈ നമ്മുടെ ഈ പന്തീരങ്കാവ് കേസിലെ പെൺകുട്ടി തന്നെ അവൾ ആദ്യം ഇത് മറച്ചു വെക്കാൻ ശ്രമിച്ചു ഭർത്താവിന് വേണ്ടിയിട്ട്. ഇപ്പം ഞാനൊരു കേസ് വായിച്ചിട്ടുണ്ട്, തീ വെച്ച് കൊല്ലുകയാണ് ഭർത്താവ് ഭാര്യയെ. അപ്പം മരണമൊഴി എടുക്കുന്ന മജിസ്ട്രേറ്റോട് അവൾ പറഞ്ഞത് ഭർത്താവ് ഇതിലൊരു ഉത്തരവാദിത്വം ഇല്ല എന്നാണ്. അവൾ മരിച്ചുപോയി ഭർത്താവിനെ രക്ഷിച്ചുകൊണ്ട്. പക്ഷേ അവരുടെ മക്കളത് കണ്ടിരുന്നു, അയൽക്കാർക്ക് അത് അറിയാമായിരുന്നു. അങ്ങനെയാണ് ആ ഭർത്താവിനെ ശിക്ഷിക്കാൻ പറ്റിയത്. ആലോചിക്കുക എത്രമാത്രം പുരുഷാധിപത്യത്തിന് വിധേയരാണ് നമ്മുടെ സ്ത്രീകൾ. ഇപ്പോൾ ഈ അടി കിട്ടിയെങ്കിൽ അടി കിട്ടിയെന്ന് പറഞ്ഞൂടെ?